നിറഞ്ഞ സഞ്ചി, അത് പങ്കിടാൻ ഒരുപാട് പേര് വരും. പക്ഷേ ഒഴിഞ്ഞ സഞ്ചി അത് നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും. വഴിയോരങ്ങളിൽ ചിലപ്പോൾ നമ്മൾ ഉണങ്ങിയ മരങ്ങൾ കാണാറുണ്ട്. ചില്ലകൾ ഉണങ്ങി, ഇലകൾ പൊഴിഞ്ഞു, അതിൻ്റെ വേരിലുള്ള ജീവൻ്റെ തുടിപ്പ് കൊണ്ട് നിലനിൽക്കുന്നവ. എങ്കിലും ആ മരത്തിന് ഒരു പ്രതീക്ഷയുണ്ടാവും. ഇനിയും ഒരു വസന്തം വരും, ചില്ലകൾ തളിർക്കും, ഇലകൾ വരും, പൂ വരും, കായ് വരും. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റും ഒരുപാട് മനുഷ്യരും അതുപോലുണ്ട്. തളർന്നു പോയവർ, വീണു പോയവർ, ഇനി എന്ത് ചെയ്യുമെന്ന് നിരാശപ്പെട്ട് രക്ഷപ്പെടാനുള്ള വഴികൾ എവിടെയെന്ന് അന്വേഷിച്ച് നിൽക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. നമ്മുടെ ലക്ഷ്യം വിജയമാണെങ്കിൽ അതിൻ്റെ മാർഗം നാം തന്നെ അന്വേഷിച്ച് കണ്ടെത്തണം. അതിനായി നാം ഓരോരുത്തരും പരിശ്രമിക്കണം. തീർച്ചയായും നമുക്കായി ഒരു ദിവസം, ഒരു വിജയത്തിൻ്റെ ദിവസം, നമ്മുടെ ദിവസം തീർച്ചയായും ഉണ്ടാകും. എവിടെയാണോ നമ്മൾ വീണു പോയത് അവിടെ നിന്ന് തുടങ്ങണം. ഒരു വിജയം, ഒരു വസന്തം നമ്മൾക്കായി കാത്തിരിപ്പുണ്ട്. ആ വിജയത്തെ കണ്ടെത്തണം, അന്വേഷിക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കണം. ആ ഒരു വിജയം നിങ്ങൾക്കും എനിക്കും ദൈവം കരുതി വെച്ചിട്ടുണ്ട്. നാം അവയെ അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. അന്ന് നമ്മളൊരു വിജയത്തിൽ എത്തിച്ചേരുമ്പോൾ നമ്മളെ തള്ളിക്കളഞ്ഞവർ, നമ്മളെ പരിഹസിച്ചവർ, നമ്മളെ നിന്ദിച്ചവർ, ആട്ടിയോടിച്ചവർ എല്ലാവരും നമ്മുടെ വിജയം കണ്ട് കണ്ണു തള്ളണം. അന്ന് അവരെല്ലാം നമ്മളെ തേടിയെത്തും. അപ്പോൾ ഉറങ്ങിപ്പോ എന്ന് പറയാൻ നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുമെങ്കിലും ചെയ്യരുത്. അവരെ കൂട്ടി നിർത്തണം. എന്നിട്ട് നമ്മളിലുള്ള നന്മയെ, നമ്മളിലുള്ള നല്ല മനുഷ്യനെ അവർക്ക് കാണിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ അവരും നമ്മളും ഒരുപോലെയാവില്ലേ? അപ്പം നാളെ ഒരു നല്ല നാളേക്ക് വേണ്ടി, നല്ലൊരു വിജയത്തിന് വേണ്ടി നമ്മൾക്ക് ഒരുമിച്ച് നമുക്ക് മുന്നേറാം. നിങ്ങളോടൊപ്പം ഞാനുമുണ്ട്.